ഞാൻ ഡോക്ടർ അഷ്ന, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് അറ്റ് ഡോക്ടർ മെഡിസിറ്റി കുഴിവേലിപ്പടി, എറണാകുളം. PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS എന്ന് പറയുന്നത്. എന്നാൽ മിക്കവാറും എല്ലാ സ്ത്രീകളും ധരിച്ചിരിക്കുന്നത് പോലെ ഇത് കേവലം സ്കാനിങ്ങിൽ അണ്ഡാശയത്തിൽ കുറച്ച് സിസ്റ്റുകൾ കണ്ടതുകൊണ്ട് മാത്രം രോഗനിർണയം സാധ്യമാകും ഇല്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആവശ്യമുണ്ട്. അതിൽ 3 ഘടകങ്ങളുണ്ട്. ആദ്യത്തേത് ആർത്തവ ചക്രത്തിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ്. രണ്ടാമത്തേതാണ് പുരുഷ ഹോർമോണിന്റെ അളവ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള അമിതമായിട്ടുള്ള രോമ വളർച്ച, മുടി പൊഴിച്ചൽ, മുഖക്കുരു കൂടുതലായിട്ട് വരിക എന്നീ രോഗലക്ഷണങ്ങൾ കാണിക്കും. മൂന്നാമത്തേതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കാനിങ്ങിൽ അണ്ഡാശയത്തിൽ കുമിളകൾ പോലെ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും 2 കൃത്യമായിട്ടൊരു സ്ത്രീയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് PCOD രോഗനിർണയം കറക്റ്റായിട്ട് സാധിക്കുകയുള്ളൂ.